ഹലോ ഗൈസ്, ജിതിനാണ് ഈ ഒരു സ്പിരിച്വൽ ബഡി. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ചക്രാസിനെ പറ്റി ഞാൻ കൂടുതൽ പറയാമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് സ്പിരിച്വൽ അവേക്കനിങ് പാർട്ട് 4. ആ ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ, ബോഡീസിനകത്ത് കുറച്ച് എനർജി ജംഗ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനർജി പോയിന്റ്സ് ഉണ്ട്. മേജറായിട്ടുള്ള 7 പോയിന്റ്സ് ആണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഈ 7 ചക്രാസ് എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ബോഡിയിൽ ഇതേപോലെ ആയിരക്കണക്കിന് എനർജി ജംഗ്ഷൻസോ എനർജി പോയിന്റ്സുകളും ഉണ്ട്. അതിനകത്ത് ബേസിക്കലി 7 എണ്ണമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതാണ് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ 7 ചക്രാസ്, മെയിൻ ചക്രാസ്. അതേപോലെ 108 വൈറ്റൽ ചക്രാസ് ഉണ്ട്. അതേപോലെ ആയിരക്കണക്കിന് വേറെ വേറെ ചക്രാസുകളുണ്ട്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ചക്രാസാണ്, സ്പിരിച്വാലിറ്റിയിൽ ഹൈ, നമ്മുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഹൈ ആവാൻ വേണ്ടി. ഓക്കെ, ബാക്കിയുള്ള ചക്രാസ് വേണമെന്നല്ല, വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ആണ്, മരിച്ചു. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ പറയുന്നത് ഇതൊരു കോമിക് സീരീസാണ്, എയർ ബെൻഡർ. ഇതിനകത്ത് സിമ്പിളായിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. The water flows through this creek much like the energy flows through your body. As you see, there are several pools where the water swirls around before flowing on. These pools are like our chakras. So chakras are pools of spiraling energy in our bodies? Exactly. If nothing else were around, this creek would flow pure and clear. However, life is messy and things tend to fall in the creek. And then what happens? The creek can't flow? Yes, but if we open the paths between the pools, The energy flows. there are 7 chakras that go up the body. Each pool of energy has a purpose and can be blocked by a specific kind of emotional muck. Be warned, opening the chakras is an intense experience, and once you begin this process, you cannot stop until all 7 are open. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 7 ചെറിയ വാട്ടർ സർക്കിൾസ് ഉണ്ടായിരുന്നു. ആ 7 വാട്ടർ സർക്കിൾസ് ആണ് നമ്മുടെ ചക്രാസ്. അതിനകത്തേക്കൂടി ഒഴുകുന്ന എനർജിയാണ് നമ്മുടെ പ്രാണിക് എനർജി, അല്ലെങ്കിൽ ജീവ എനർജി. നമ്മുടെ ബോഡിയിൽ 72,000 നാഡികളുണ്ട്. നാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ കോഡ്സ്, അല്ലെങ്കിൽ ഡാറ്റ കോഡ്സ്. ഇതിനകത്തേ കൂടിയാണ് നമ്മുടെ ബോഡിയിലോട്ടുള്ള നമ്മുടെ പ്രാണിക് എനർജീസ് ഒഴുകുന്നത്. ഈ ഒഴുകി വരുന്ന മീറ്റിംഗ് പോയിന്റ്സ് ആണ് ഈ ചക്രാസ്. നമ്മളുടെ ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന പണ്ടത്തെ ആൾക്കാരിൽ ഈ സാധനം കൂടുതലും ആക്റ്റീവ്, നമ്മുടെ ആക്റ്റീവ് ആവാത്ത റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ, അൺവാണ്ടഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ വന്ന് ഈ ചക്രാസിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റണം. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നതാണ് ചക്ര ആക്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡീസിൽ ചക്ര ആക്ടിവേറ്റഡ് ആണ്, പക്ഷേ ഫുള്ളി ആക്ടിവേറ്റഡ് അല്ല. ചിലപ്പോൾ 20% ആവും, ചിലപ്പോൾ 30% ആവും, ചിലപ്പോൾ 40% ആവും, ഡിപ്പെൻഡിങ്സ്. പക്ഷേ ഇത് 100% എത്തിക്കണം. അതെങ്ങനെ എത്തിക്കാം അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ചക്രാസ് എന്താണ്, നമ്മുടെ ബോഡിയിനകത്ത് എങ്ങനെയാണ് ഈ പ്രാണിക് എനർജി നമ്മളിലോട്ടൊക്കെ വർക്ക് ചെയ്യണമെന്ന്. എന്താണ് പ്രാണിക് എനർജി, എന്താണിത് എന്നൊക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കാരണം നമ്മുടെ വിരൽത്തുമ്പുകളിൽ ഇപ്പം എല്ലാം കിട്ടുന്നൊരു കാര്യമാണ്. ഞാൻ കണ്ടെത്തിയതും എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന കാര്യമാണ് ഞാൻ സിമ്പിളായിട്ട് നിങ്ങളിലോട്ട് എത്തിച്ചത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഓരോ ചക്രാസിനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസിയറായിട്ട് പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.